ഹായ് ഫ്രണ്ട്സ്, ബിൽഡക്കേഴ്സ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയുള്ള ഞങ്ങളുടെ വീഡിയോകൾക്കൊക്കെ നിങ്ങൾ നൽകിയ പിന്തുണക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു എവരി വൺ. ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണാൻ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുക. ചാനലിൻ്റെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്തുണക്കുക. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ചങ്ങരംകുളത്തെ പെരുമുക്കിലാണ്. പെരുമുക്കിൽ ബാബിൾ റയ്യാൻ എന്ന് പറയുന്ന വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ജിഷാറിൻ്റെ വീട്, ജിഷാർ ഷഹനാ ദമ്പതികളുടെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഈ വീട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും, വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വീടാണ്. ഇതിൻ്റെ മുറ്റത്തൊക്കെ ഇൻ്റർലോക്ക് ബ്രിക്സൊക്കെ വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അതിന് പുറമെ ചെടികളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഗ്രീനറി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തൊരു പ്രകൃതിയോട് വേണമെങ്കിൽ നിൽക്കുന്നൊരു ഫീൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൽ വിരിച്ചിട്ടുള്ളത് 2600x800 സൈസിൽ വരുന്ന 15 mm തിക്നെസ്സിൽ വരുന്ന നമ്മുടെ എസൻ ഹാർട്ടിൻ്റെ ഒരു ക്ലിയർ വൈറ്റ് ഫിനിഷിലുള്ള ഒരു ടൈലാണ്. ഇത് ഫുൾ ബോഡി ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലൊരു വളരെ മനോഹരമായൊരു ഫീൽ അതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് അകത്ത് പോയിട്ട് അകത്തെ വിശേഷങ്ങളൊക്കെ പരിശോധിക്കാം. ഈ വീടിൻ്റെ അകത്തേക്ക് വന്ന അകത്തെ വിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും പറയേണ്ടത് ഈ ഫ്ലോറിംഗ് ആണ്. ഇത് 1600x800 സൈസിൽ വരുന്ന സെപ്പോഡി ബീച്ച് ഫിനിഷിലുള്ള ഗ്ലോസി ഫിനിഷിലുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ത്രൂ ഔട്ട് ഈ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ റിച്ച് ഫീല് കിട്ടുന്നൊരു ടൈലാണ്. അതിൻ്റെ ഒരു ഭയങ്കരമായ ലുക്ക് ആൻഡ് ഫീൽ ഇതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ കയറി വന്ന ആദ്യം തന്നെ ഒരു ലിവിങ് ഏരിയ ആണ്. ഇതിനകത്ത് ഭംഗിയായിട്ടുള്ള വളരെ കോസി ആയിട്ടുള്ളൊരു സോഫ സെറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഇൻറ്റീരിയർ പാർട്ടീഷൻ ഉണ്ട്. ഇതിൻ്റെ ഡൈനിങ് ഏരിയയും ഈ ഏരിയയും തമ്മിലൊരു പാർട്ടീഷനാണ്. വുഡൻ ഫിനിഷിലുള്ള വളരെ ഭംഗിയുള്ളൊരു പാർട്ടീഷനാണ്. പിന്നെ നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഒരു സൈഡിൽ ഇതിൻ്റെ ഒരു വാഷ് ഏരിയ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ TV കൺസോൾ കാണാൻ വേണ്ടി കഴിയും. പിന്നെ ഇവിടെ ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട്. TV കാണാനുള്ള സൗകര്യത്തിലുള്ള സീറ്റിംഗ് ഏരിയ ഉണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കയറി വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമ്മുടെ സ്റ്റെയർസ് ഉണ്ട്. സ്റ്റെയർസ് സ്റ്റീൽ സ്ട്രക്ചറിൽ വുഡൻ അറക്ക് കൊടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റെയറാണ്. ഈ സ്റ്റെയർ കയറി ചെന്ന് വരുന്ന ഒരു ലാൻഡിങ് ഏരിയ ഉണ്ട്. അവിടെ കുട്ടികളുടെ സ്റ്റഡി ഏരിയ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അതാവുന്നത് മേലേക്ക് ഇതിൻ്റെ അപ്പർ സ്റ്റെയറിലേക്ക് പോകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി, ഒരു പ്രത്യേകത. അതായത് കുട്ടികളുടെ ഒരു സ്റ്റഡി ഏരിയ സാധാരണ നമ്മൾ എല്ലായിടത്തും കാണാത്ത രീതിയിൽ ഇതിൻ്റെ ഒരു ലാൻഡിങ്ങിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെ താഴത്തു നിന്ന് തന്നെ ഒരു നോട്ടവും കൺട്രോളും കിട്ടുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ഏരിയ കാണാം. മനോഹരമായിട്ട് ഡൈനിങ് ടേബിളും ചെയർസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഇപ്പുറത്തെ സൈഡിൽ വലിയൊരു ഓപ്പൺ വിൻഡോ ഉണ്ട്. പുറത്തേക്ക് വളരെ വിശാലമായ കാഴ്ച കിട്ടുന്ന, അവിടുന്ന് വലിയ ലൈറ്റുകൾ വരുന്ന ഒരു വലിയ വിൻഡോ ഉണ്ട്. പിന്നെ ഇവിടെ ഈ വാഷ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സാധാരണ ഫ്ലോറിൽ നിന്ന് ചെറുതായിട്ടും താഴ്ന്നിട്ടാണ് ഈ വാഷ് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു വുഡൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഈ വാഷ് ഏരിയയിൽ. ഇതിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാഷ് ഏരിയ ഉണ്ട്. ഒരു വാനിറ്റി ക്യാബിനറ്റ് ഉണ്ട്. കെറോവിറ്റിൻ്റെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു അബ്ലൂഷൻ ചെയ്യാനുള്ള സൗകര്യത്തിന് കൂടി വേണ്ടിയിട്ടാണ് ഇതൊരു സെപ്പറേറ്റ് താഴേക്കാക്കി ഉണ്ടാക്കിയിട്ടുള്ളത്. എടുക്കാനുള്ള സൗകര്യം കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 4x2 സൈസിലുള്ള പ്ലെയിൻ വൈറ്റ് ടൈല് കൊടുത്തിട്ടാണ് അതിൻ്റെ ഈ ഭാഗത്തെ വോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ ഈ കോമൺ ഏരിയ വളരെ മനോഹരമായിട്ടുള്ള വളരെ ഭംഗിയുള്ളൊരു ലുക്ക് ആൻഡ് ഫീലാണ് ഉള്ളത്. ഇനി ഈ വീട്ടിലെ കിച്ചണിലേക്ക് വന്നാൽ വളരെ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ളൊരു കിച്ചനാണിത്. ഈ കിച്ചൻ്റെ ഫ്ലോറിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ അവിടെ കണ്ട ത്രൂ ഔട്ട് യൂസ് ചെയ്തിട്ടുള്ള അതേ ഫിനിഷിലുള്ള, അതേ ലുക്കിലുള്ള, അതേ സൈസിലുള്ള ടൈലാണ്. പക്ഷേ ഇത് അവിടെയൊക്കെ ഗ്ലോസി ഫിനിഷാണുള്ളത്. ഇതിവിടെ മാറ്റ് ഫിനിഷാണ്. പക്ഷേ കാർവിങ്ങുള്ള മാറ്റ് ഫിനിഷാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ ക്യാബിനറ്റ്സ് ഒക്കെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു എക്സ്പാൻഷൻ പോലെ ഒരു ബാർ കൗണ്ടർ ലുക്കിൽ ഉണ്ടാക്കിയിട്ട് അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആക്കിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ കിച്ചൺ സിങ്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി മൊത്തത്തിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ലുക്ക് ആൻഡ് ഫീലാണ് ഈ കിച്ചനാണിത്. ഒരു പോസിറ്റീവ് വൈബുള്ളൊരു കിച്ചനാണിത്. അതുപോലെ ഇവിടെ വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത് 4x2 സൈസിലുള്ള ക്ലിയർ വൈറ്റ് ടൈൽസാണ്. ഗ്ലോസ് ഫിനിഷുള്ള ക്ലിയർ വൈറ്റ് ടൈൽസാണ് വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വാളും കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് വൈബുള്ള കിച്ചനായിട്ട് ഇത് മാറുന്നത്. ഈ വീടിലെ റൂമുകളിലേക്ക് വന്നാൽ റൂമുകളൊക്കെ വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഉള്ളത് വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ത്രൂ ഔട്ട് യൂസ് ചെയ്തിട്ടുള്ള അതേ 1600x800 സൈസിൽ വരുന്ന സപ്പോഡി ബീച്ച് ഗ്ലോസി ഫിനിഷിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പൊതുവെ ഭംഗിയുള്ള റൂമുകളാണ്. നിങ്ങൾ എല്ലാ റൂമുകളും കണ്ടോ.
ഈ വീട്ടിലെ ടോയ്ലറ്റുകൾ എല്ലാം ഈ 4x2 സൈസിലുള്ള പല കളർ ഡിസൈനുകളിൽ പല പാറ്റേണുകളുള്ള ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് ത്രൂ ഔട്ട് എല്ലാ ടോയ്ലറ്റുകളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാം അതിൻ്റേതായൊരു ഭംഗി ലുക്ക് ആൻഡ് ഫീലുള്ള ടോയ്ലറ്റുകളാണ്. വിവിധ ബ്രാൻഡുകളുടെ വാട്ടർ ക്ലോസറ്റ്സും അതുപോലെ തന്നെ വാഷ് ബേസിൻസും അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ടോയ്ലറ്റുകളും യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് അപ്സ്റ്റെയർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലാൻഡിംഗ് ഏരിയ. ഇവിടെയാണ് കുട്ടികളുടെ സ്റ്റഡി ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ മറ്റൊരു ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ GI പൈപ്പ്സ് ഉപയോഗിച്ചിട്ട്, അത് ഓപ്പൺ ഏരിയ ഉണ്ടാക്കിയിട്ട് GI പൈപ്പ്സ് ഉപയോഗിച്ച് ഗ്രിൽ ചെയ്തിട്ട് വളരെ മനോഹരമായിട്ടൊരു വലിയ ലാർജ് വിൻഡോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് മാക്സിമം ഈ വീടിനകത്ത് ലൈറ്റ്, നാച്ചുറൽ ലൈറ്റ് കൊണ്ടുവരാനുള്ളൊരു പരിപാടിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ അപ്സ്റ്റേഴ്സിലാണ്. അപ്സ്റ്റേഴ്സിൽ വളരെ വിശാലമായിട്ടൊരു കോമൺ ഏരിയ ഉണ്ട്. ഇവിടെ ഷാറിൻ്റെ ത്രെഡ് ബില്ലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു റൂമുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള ഓപ്പൺ ടെറസും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ നമ്മൾ സ്റ്റെയർ കയറി വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. ഓപ്പൺ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡബിൾ ഹൈറ്റിൽ താഴെ നിന്ന് മേലെ വരെ ഡബിൾ ഹൈറ്റിൽ വരുന്ന ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ താഴെ പറഞ്ഞ ഒരു വിശാലമായ വിൻഡോ നമ്മൾ കാണിച്ചില്ല. അതിൻ്റെ നേരെ മേലായിട്ടൊരു അറബിക് പെർഷ്യൻ ഡിസൈനിലുള്ളൊരു ജാലി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സീലിങ്ങിലാണെങ്കിൽ പെയിൻറ്റിങ് ഉപയോഗിച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടൊരു ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു കോമൺ ഏരിയ, ഈ ഒരു അപ്സ്റ്റേഴ്സിലെ കോമൺ ഏരിയയിലെ വിശേഷങ്ങൾ. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. ഇവിടെ മനോഹരമായിട്ട് ഇരിക്കാം. ഈ ഇരിക്കാനുള്ള ഇതിലടുത്ത് GI പൈപ്പ് കൊണ്ടിട്ടുള്ള ഗ്രില്ലിന് നേരെ അപ്പുറത്ത് കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാഷിംഗ് ബേസിൻ ഏരിയയുടെ മേലെയുള്ള അത് അതിൻ്റെ ഒരു എക്സ്പാൻഷനാണ്, മേലേക്ക് ഡബിൾ ഹൈറ്റിലുള്ള. ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ. വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതാണ്. ഇതുപോലെ ഞങ്ങളുടെ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ വീഡിയോസ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ ഇതുവരെ കാണാത്ത ആളുകൾ ഇതിൽ കാണിക്കുന്ന ലിങ്ക്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ലിങ്കിൽ പോയിട്ട് ചാനൽ കാണുക, വീഡിയോസ് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് പുറമെ നമ്മുടെ ഈ വീട്ടിലേക്കുള്ള ടൈൽസ് ആൻഡ് സാനിറ്ററി ഐറ്റംസ് സപ്ലൈ ചെയ്തിട്ടുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാവുന്ന പോലെ ചങ്ങരകുളത്തെ ബിൽഡക്കേഴ്സ് ഷോറൂമിൽ നിന്നാണ്. ബിൽഡക്കേഴ്സിൻ്റെ ഷോറൂം മലപ്പുറം ജില്ലയിലെ ചങ്ങരകുളത്ത്, അതായത് തൃശ്ശൂർ കാലിക്കറ്റ് ഹൈവേയിലാണുള്ളത്. ഷോറൂമിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണണം എന്നുള്ളവർക്ക് ആ ഷോറൂമിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ പോയിട്ട് ഞങ്ങൾ ഷോറൂമിൻ്റെ ഒരു ടോട്ടൽ ലുക്ക് ആൻഡ് ഫീൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇതുവരെയുള്ള എല്ലാ വീഡിയോക്കും തന്ന പോലത്തെ പിന്തുണ ഈ വീഡിയോക്ക് നിങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹം. തൽക്കാലം വിടവാങ്ങണം. ബൈ ബൈ.